ഏകസത്യദൈവമായ യഹോവ എന്ന നാമമുള്ള നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെങ്കിൽ നിന്നും ആശ്വാസപ്രദനും സഹായകനും വഴികാട്ടിയുമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നാമത്തെങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്നവർക്ക് 10,000 രൂപ പാരിതോഷികമായി നൽകുന്നതാണ്. എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ആദ്യം വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടി വീണ്ടും അയയ്ക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ 7356351675. സന്തോഷ് ഡേവിഡ്, 73 56 35 16 75. ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ആൻറ്റി ക്രൈസ്റ്റ് മാത്രം? എന്തുകൊണ്ട് ആൻറ്റി അല്ലാ ഇല്ല, ആൻറ്റി മുഹമ്മദ് ഇല്ല, ആൻറ്റി കൃഷ്ണ ഇല്ല, ആൻറ്റി രാമ ഇല്ല? വ്യക്തമാക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അന്ത്യകാലത്ത് ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മതത്തിലും അതുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ ഉണ്ട്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ആൻറ്റി ക്രൈസ്റ്റ് മാത്രം? എന്തുകൊണ്ടാണ് എതിർ ക്രിസ്തു മാത്രം? എന്തുകൊണ്ട് മറ്റു പ്രവാചകന്മാരുടെയും മറ്റ് ദൈവങ്ങളുടെ നാമത്തിൽ ഒരു എതിർ വ്യക്തിയില്ലാത്തത്, ഒരു ആൻറ്റി പേഴ്സൺ വരാത്തത്? ചോദ്യം ഗ്രഹിച്ചു കാണും. കൃത്യമായ മറുപടി അയയ്ക്കുക. ഒന്നുകിൽ മലയാളത്തിൽ മാത്രം ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക. ശരി ഉത്തരം പലർ അയച്ചു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരാളെ കണ്ടെത്തും. ഈ മത്സരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും. കാരണം ഞാനാണ് ചോദ്യം ചോദിക്കുന്നത്. ഏതാണ് ശരിയായ ഉത്തരമെന്ന് ഞാനാണ് നിശ്ചയിക്കേണ്ടത്. നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ സമ്മാനം നിങ്ങൾക്ക് ലഭ്യമാണ്. വേഗത്തിൽ മറുപടി അയച്ചാട്ടെ. താങ്ക് യു. God bless you all.